ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഫക്കെട്ടിനും ചുമയ്ക്കും ഉപയോഗിക്കാൻ പറ്റിയ നല്ലൊരു തുളസി ചായയാണ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. നമ്മുടെ വീടുകളിൽ സാധാരണയായി ഉണ്ടാക്കുന്ന സാധനങ്ങളെ ഇതിനാവശ്യമുള്ളൂ. ഇതിന് ഒരുപാട് ആരോഗ്യ ഗുണങ്ങളുണ്ട്. ആമാശയത്തിൽ അടിഞ്ഞുകൂടിയിരിക്കുന്ന വിഷാംശത്തെ പുറന്തള്ളുന്നതിനും ദഹന സംബന്ധമായ പ്രശ്നങ്ങൾക്കും ഏറ്റവും ഉത്തമമായ ഒന്നാണിത്. തുളസി ചായ ഉണ്ടാക്കാൻ ആവശ്യമായ സാധനങ്ങൾ: തുളസി, ചുവന്നുള്ളി, ഇഞ്ചി, പനിക്കുറുക്ക, കറുവാമ്പട്ട, ശർക്കര, കുരുമുളക്, മഞ്ഞൾപ്പൊടി, കാപ്പിപ്പൊടി. ഉണ്ടാക്കുന്ന വിധം: ഒരു പാത്രത്തിൽ വെള്ളമെടുത്ത് തിളപ്പിക്കുക. അതിലേക്ക് ശർക്കര, ചുവന്നുള്ളി, കുറച്ച് തുളസിയില, കറാമ്പട്ട, പിന്നെ പനിക്കുറുക്ക ചെറുതായി മുറിച്ചിടുക. ഇത് നല്ലവണ്ണം ഇളക്കി ചെറുതീയിൽ തിളപ്പിക്കുക. പിന്നെ ഒരു മിക്സിയുടെ ജാറിൽ ഇഞ്ചി, കുരുമുളക്, തുളസി എന്നിവ മിക്സിയിൽ ചതച്ചെടുക്കുക. നമ്മുടെ തിളച്ചുകൊണ്ടിരിക്കുന്ന ചായയിലേക്ക് ഈ ചതച്ചു വച്ച ഇൻഗ്രീഡിയൻസ് ഇടുക. ഉള്ളിയും തുളസിയും ഇഞ്ചിയും കാപ്പിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും എല്ലാം നല്ലവണ്ണം വേവുന്നത് വരെ ചെറുതീയിൽ തിളപ്പിക്കുക. ഇത് ശ്വാസസംബന്ധമായ എല്ലാ പ്രശ്നങ്ങൾക്കും, വയറിനുണ്ടാകുന്ന പ്രശ്നങ്ങൾക്കും, അണുബാധ, നീര് എന്നിവയ്ക്കും ദഹനം നന്നായി നടക്കുവാനും നല്ലതാണ്. ഈ തുളസി ചായ കുറച്ച് ചൂടോടെ കുടിക്കുന്നതാണ് നല്ലത്. തുളസിയില വെച്ചിട്ടുള്ള ഒരു ഡ്രിങ്ക് കൂടി പരിചയപ്പെടുത്താം. 1 ഗ്ലാസ് വെള്ളം തിളപ്പിച്ച് 3 കുരുമുളകും 3 തുളസിയിലയും 3 നേരം 3 ദിവസം കുടിക്കുന്നത് ചുമ, ജലദോഷം എന്നിവ പോകാനും നല്ലതാണ്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു ഇൻഫർമേഷനുമായി വീണ്ടും വരാം. ഓക്കെ, ബൈ.